അതേറെ വിശുദ്ധ ബൈബിളിൽ നിന്നും അടർത്തിയെടുത്ത ഒരു കഥ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. സത്യപ്രവചനം. ഇസ്രായേലിലെ അതിമനോഹരമായ ഒരു കൊട്ടാരം. ഒരു പ്രഭാതത്തിൽ ആ കൊട്ടാരത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നു. എങ്ങും കൊട്ടും മേളവും ആർപ്പുവിളികളും. അവർ ആഹ്ലാദത്തിലാണ്. കൊട്ടാര നർത്തകികൾ മതിമറന്ന് നൃത്തം ചെയ്യുന്നു. തപ്പുതൊട്ടി താളമിട്ട് പാട്ടുപാടി നൃത്തമാടി ആനന്ദമായ ആഘോഷമായി കൊട്ടാരമാകെ ഉണർന്നു. അവിടെ കൂടി നിന്ന മനുഷ്യ മനസ്സുകൾ ഉല്ലസിച്ചാർക്കുകയാണ്. അവരുടെ ഈ സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല, ആഹാബ് രാജാവിന്റെ വിവാഹമാണിന്ന്. വധു ആരാണെന്ന് അറിയണ്ടേ? ഒരു അപ്സരസ്. ഏക്ബാലിന്റെ പുത്രിയാണ്. വധുവും വരനും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവയിൽ എത്തിയിരിക്കുന്നു. ജനങ്ങൾക്ക് ദർശനം നൽകാൻ. അവരെ കണ്ട മാത്രയിൽ ഇസ്രായേൽ ജനത അനുഗ്രഹം ചൊരിയുന്നു. നമ്മുടെ രാജ്യത്തെ പൊൻകൊടി പാറുവാൻ ബാൽദേവൻ നൽകിയ രാജ്ഞി വാഴ്ക. നാടിൻ അഭിമാന സ്തംഭമായി മാറുക. ആവിൻ കാതയായി ശോഭിക്കുക. ആ വിവാഹം എല്ലാവരാലും പ്രകീർത്തിക്കപ്പെട്ടു. പക്ഷേ ഒരാൾ മാത്രം കോപം പോടു. ഇസ്രായേലിന്റെ രാജാവായ കർത്താവായിരുന്നു അത്. ആഹാ, കർത്താവിനെ മറന്ന് ദുർദേവനായ ബാൽദേവനെ ആരാധിക്കുകയും ആ ദൈവം നൽകിയ ജെസബേലിനെ വിവാഹം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതിനെതിരെ ദൈവം ശബ്ദിച്ചു. പക്ഷേ ആ ശബ്ദം ആഹാബ് കേട്ടില്ല. എങ്ങനെ കേൾക്കാൻ? ആഹാബിൻ ഹൃദയത്തിൽ തെളിയും ജെസബേലിൻ പുഞ്ചിരികൾ. മധുവിതുരാവിന്റെ മധുരം തൂകി മതിമറന്നായുക മാനസങ്ങൾ. ആഹാബിന് ജെസബേൽ ജീവന്റെ ജീവനാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ജെസബേൽ പറയുന്നതിൽ നിന്ന് അണുകിട വ്യതിചലിക്കാൻ ആഹാബ് തയ്യാറല്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ അവൾ ആഹാബിന്റെ ചെവിയിൽ മന്ത്രിച്ചു. ആഹാബ്, ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ, കേൾക്കട്ടെ. പൂജാഗിരി വേണം, എനിക്കൊരു പൂജാഗിരി വേണം. പ്രാർത്ഥനയ്ക്കായി ഞാൻ മനസ്സിൽ സൂക്ഷിച്ച ബാൽദേവനായൊരു പൂജാഗിരി. ബാൽദേവനായൊരു പൂജാഗിരി. പിന്നെ ഒട്ടും വൈകിയില്ല. ആഹാബ് തന്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങി ബാലദേവനായൊരു പൂജാഗിരി പണിതു. ഒരു ബലിപീഠം സ്ഥാപിച്ചു. ആ ദുർദേവനെ ആരാധിച്ചു. ദൈവമായ കർത്താവിനെ അവർ മറന്നു. ഇസ്രായേലിൽ സത്യവും ധർമ്മവും നീതിയും പ്രചരിപ്പിക്കുന്ന കർത്താവിന്റെ പ്രവാചകരെ പിടികൂടി അവരെ നിഷ്കരുണം കൊന്നൊടുക്കി. ദുഷ്ടരാമാഹാബിന്റെ ഭരണം സഹിക്കാതെ കർത്താവിൻ ദൂതുമായി എത്തി ഒരു നാൾദൂതൻ. ദുഷ്ടരാമാഹാബിന്റെ ഭരണം സഹിക്കാതെ കർത്താവിൻ ദൂതുമായി
രാവിലെ പട്ടുമെത്തിയിൽ ആ രാജാവ് അർദ്ധമയക്കത്തിൽ അമർന്ന സമയത്ത് പെട്ടെന്ന് ഒരു വിളി കേട്ടു. ആഹാ! ജ്വലിക്കുന്ന കണ്ണുകളുമായി ഒരാൾ മുന്നിൽ നിൽക്കുന്നു. ഏലിയ പ്രവാചകൻ! ആഹാ! നീ ചെയ്ത ക്രൂരതയ്ക്ക് കണക്കില്ല. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് വരെ ഇവിടെ മഴ പെയ്യില്ല. ഇത് കർത്താവിന്റെ അരുളപ്പാടാണ്. പ്രവാചകൻ അപ്രത്യക്ഷനായി. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ മഴ നിന്നു. കൃഷി നശിച്ചു. മനുഷ്യരും മൃഗങ്ങളും ചത്തൊടുങ്ങി. ദാഹജലത്തിനായി ജനം പരക്കം പാഞ്ഞു. അവരുടെ ഈ ദുരവസ്ഥയിൽ സഹായിക്കാൻ അവരുടെ ആ ദുർദേവന് കഴിഞ്ഞില്ല. ജനം രാജാവിനെതിരെ മുറവിളി കൂട്ടി. രാജാവ് കുടിനീർ നൽകുക! രാജാവ് കുടിനീർ നൽകുക! സഹൃദയരെ, ഇസ്രായേലിൽ മഴ പെയ്തിട്ട് ഇന്നേക്ക് 3 വർഷമായി. വെള്ളമില്ലാതെ ആർക്കു ജീവിക്കാൻ കഴിയും? രാജാവും രാജ്ഞിയും തല പുകഞ്ഞാലോചിച്ചു. ഉപാധിയ, എന്താ പ്രഭു? രാജ്യത്തിന്റെ അവസ്ഥ അറിയാമല്ലോ. നാട്ടിലുള്ള അരുവികളും താഴ്വരകളും ചെന്ന് നോക്കുക. ചിലപ്പോൾ അവിടെ വെള്ളം കണ്ടേക്കും. ഞാനും അന്വേഷിക്കുന്നുണ്ട്. ആ കാര്യസ്ഥൻ പിൻവാങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അയാൾ ഓടിക്കിളച്ചെത്തി. എന്താ എന്താ ഉപാധിയ? നീർച്ചാൽ കണ്ടോ? ഇല്ല പ്രഭു, നീർച്ചാൽ കണ്ടില്ല. ആ പ്രവാചകനെ കണ്ടു. എവിടെ എവിടെ അയാൾ? വേഗം കൊണ്ടുവരൂ. പിന്നെ ഒട്ടും താമസിച്ചില്ല. 2 പേർ ചേർന്ന് ആ പ്രവാചകനെ ആഹാബ് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. നിങ്ങളാണോ ഇസ്രായേൽ ജനതയെ കഷ്ടപ്പെടുത്തുന്നത്? അല്ല, ഞാനല്ല. നീയും നിന്റെ കുടുംബവും. നീ ചെയ്ത തെറ്റുകൾ. ഒരുവന്റെ തെറ്റ് മതി ഒരു രാജ്യം മുഴുവൻ നശിക്കാൻ. ആഹാബ്, എന്റെ ദൈവമാണോ നിന്റെ ബാൽദേവനാണോ ശക്തനെന്ന് നമുക്ക് പരീക്ഷിക്കാം. അത് ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കണം. ആഹാബും ഏലിയ പ്രവാചകനും മത്സരത്തിനൊരുങ്ങി. അഗ്നി ഇറക്കി ബലിവസ്തു ദഹിപ്പിക്കുന്നത് ഏത് ദൈവമാണോ ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. ബാലിന്റെ പ്രവാചകർ പീഠമൊരുക്കി. പക്ഷെ അഗ്നി ഇറങ്ങി വന്നില്ല. അടുത്തത് ഏലിയ പ്രവാചകന്റെ ഊഴമാണ്. ഏലിയ മനമുരുകി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞുടൻ അഗ്നിഗോളങ്ങൾ വർഷിക്കപ്പെട്ടു. ബലിവസ്തുക്കളും വിറകുകളും മാത്രമല്ല, ബലിപീഠം സ്ഥാപിച്ചിരുന്ന കല്ലുകൾ പോലും ദഹിച്ച് ചാമ്പലായി. അതുകൊണ്ട് ജനം വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിന്റെ കർത്താവ് തന്നെ ദൈവം! ഇസ്രായേലിന്റെ കർത്താവ് തന്നെ ദൈവം! ഏലിയ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. സർവചരാചര സൃഷ്ടാവേ, തെളിയിക്കൂ നിൻ ദൈവത്വം. മഴവെള്ളത്താൽ കുളിരണിയട്ടെ, മനസ്സും മണ്ണും നനയട്ടെ. മഴവെള്ളത്താൽ കുളിരണിയട്ടെ, മനസ്സും മണ്ണും നനയട്ടെ. ആ പ്രാർത്ഥന തീർന്നയുടനെ ആകാശം മേഘാവൃതമായി. മഴ തകർത്തു പെയ്തു. മനുഷ്യ മനസ്സുകൾ കുളിരണിഞ്ഞു. എങ്ങും സന്തോഷം. എന്നാൽ ഒരാൾ മാത്രം പ്രതികാരദാഹിയായി. ജെസബേൽ ബാലിന്റെ പ്രവാചകരെ വധിച്ച വിവരമറിഞ്ഞ് അവൾ പൊട്ടിത്തെറിച്ചു. ഏലിയ, നാളത്തെ സൂര്യാസ്തമയം നീ കാണില്ല. അതുപ്രകാരം ഏലിയായെ പിടികൂടുവാൻ പട്ടാളം രാജ്യത്തിന്റെ 4 പാടും പാഞ്ഞു. പക്ഷേ പ്രവാചകനെ കിട്ടിയില്ല. ഒരു ദിവസം ജെസബേൽ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ദുഃഖിതനായി കിടക്കുന്ന തന്റെ ഭർത്താവ്. ആഹാ, എന്തു പറ്റി? എന്താ മുഖം വല്ലാതെ? എന്താണെങ്കിലും എന്നോട് പറയൂ. ജെസബേൽ അയൽപക്കത്തെ ആ മുന്തിരിത്തോപ്പ് കണ്ടോ? അത് നമുക്ക് വേണം. അതാ നാബോത്തിൻ്റെതാണ്. പണം എത്ര തരാമെന്ന് പറഞ്ഞിട്ടും അയാൾ സമ്മതിക്കുന്നില്ല. ഇതിനാണോ അങ്ങ് അത്ര അസ്വസ്ഥനായിരിക്കുന്നത്? ഒരു പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്ത എന്ത് കാര്യമാണുള്ളത്? അങ്ങ് സമാധാനമായിരിക്കും. ഇസ്രായേൽ മന്നനെ
നാബോത്തിനെ കൊല്ലാൻ ജെസബേൽ കരുക്കൾ നീക്കി. അതുപ്രകാരം ദൈവദൂഷകനും രാജ്യദ്രോഹിയുമായി അയാൾ മുദ്രയടിക്കപ്പെട്ടു. ജനം നാബോത്തിനെ കല്ലെറിഞ്ഞു. കൊല്ലവനെ, രാജ്യദ്രോഹി, ദൈവദൂഷകൻ! അരുതേ, എന്നെ കൊല്ലരുതേ. ഞാൻ നിരപരാധിയാണ്. നിരപരാധിയായ നാബോത്തിന്റെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തി. നാബോത്ത് മരിച്ച വിവരമറിഞ്ഞ് മുന്തിരിത്തോപ്പ് സ്വന്തമാക്കാൻ ഇറങ്ങിയ ആഹാബിന്റെയും പത്നിയുടെയും മാർഗമധ്യേ ഏലിയ പ്രവാചകൻ പ്രത്യക്ഷനായി. ആഹാബ്, നീ നീചനാണ്, ഒരു നിരപരാധിയെ കൊന്നവൻ. നാബോത്തിന്റെ രക്തം നായ്ക്കൾ കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. ജെസബേൽ, ഈ നാടിന്റെ അതിർത്തികളിൽ വെച്ച് തന്നെ നിന്റെ ശവം കാട്ടുനായ്ക്കൾ കടിച്ചു കീറി ഭക്ഷിക്കും. ആഹാബ് സ്തംഭിച്ചു നിന്നു. ഏലിയ പ്രവാചകൻ ശക്തനാണ്, ദൈവമായ കർത്താവാണ് അവന്റെ ശക്തി. 3 വർഷം കഴിഞ്ഞപ്പോൾ സിറിയക്കാർ വീണ്ടും യുദ്ധത്തിനൊരുങ്ങി. ആഹാബ് തന്റെ സൈന്യത്തെ ഒരുക്കി കഴിഞ്ഞിരുന്നു. അയാൾ വേഷപ്രചലനായി യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആഹാബിന്റെ പടച്ചട്ടയ്ക്കും കവചത്തിനും ഇടയിലൂടെ ഒരു അമ്പ് തുളച്ചു കയറി. ആ വാരിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. നാബോത്തിന്റെ രക്തം വീണ മണ്ണിൽ ആഹാബിന്റെ രക്തവും ചിതറി വീണു. അത് കുടിക്കാൻ നായ്ക്കൾ ഓടിയെത്തി. നേരം സന്ധ്യയായി. ആഹാബ് മരിച്ച വിവരമറിഞ്ഞ ജെസബേൽ ആ മൃതദേഹത്തിനരികിലേക്ക് ഓടിയെത്തി. ആഹാബ്, ആഹാബ്, എന്നെ തനിച്ചാക്കി നിങ്ങൾ പോവുകയാണോ? ആഹാബ്, ആഹാബ്. അവൾ ഒരു ഭ്രാന്തിയെ പോലെ ഇരുളിലേക്കോടി. വർഷങ്ങൾ പലതും കടന്നുപോയി. ഇസ്രായേൽ ജനത വീണ്ടും ഒരു കാഴ്ച കണ്ടു. സുന്ദരിയായ ജെസബീലിന്റെ ശരീരഭാഗങ്ങൾ കാട്ടുനായ്ക്കൾ കടിച്ചു കീറിയിട്ടിരിക്കുന്നു. ദൈവത്തെ മറന്ന് ദുർദൈവങ്ങളെ പൂജിച്ച് സത്യവും ധർമ്മവും നീതിയെ മറന്ന് ചെയ്തു കൂട്ടിയ അക്രമത്തിനും അഹങ്കാരത്തിനും അവൾക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ദൈവവിധി പോലെ ആ പ്രവചനം സത്യമായി. ദൈവത്തെ മറന്നുള്ള മനുഷ്യന്റെ ഈ യാത്ര ലോകത്താകമാനം തുടരുന്നു. അഹങ്കാരത്തിലും ആഡംബരത്തിലും സുഖലോലുപതയിലും ഒഴുകിയാണ് അവന്റെ യാത്ര. അവിടെ സത്യം മരിക്കുന്നു, ധർമ്മം കേടുന്നു, നീതി പിഴയുന്നു. എന്നാൽ ഒന്നോർക്കുക, എത്ര കാലം കഴിഞ്ഞാലും മറ നീക്കി പുറത്തു വരുന്ന ഒന്ന് മാത്രമാണ് സത്യം. അന്യന്റെ അവകാശം കവരുന്നതിലോ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിലോ അല്ല ജീവിതത്തിന്റെ അർത്ഥപൂർണത. അത് ദൈവത്തെ തേടുന്ന നേരുള്ള ഹൃദയത്തിന്റെ സഞ്ചാരമാണ്. അതാണ് കാലത്തിന്റെ കാവനീതി. അവിടെ ഈ കഥ ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.